ഇന്ന് ഗസ്റ്റിന് മുന്നിൽ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. ഇതൊരു പരീക്ഷണമാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അപ്പാര ടേസ്റ്റ് ആണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സോസ് പാനിലേക്ക് ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് ഒരു വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഇപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടില്ല. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം ഒന്ന് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടൽ 1.5 ടീസ്പൂൺ കോഫി പൗഡർ ആട്ടോ ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ജെല്ല് ഉണ്ടാക്കാം, കോഫി ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോഫി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു പുഡിംഗ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് ആദ്യം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇളനീർ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ അതിൻ്റെ വെള്ളം വെച്ചിട്ട് ഇതുപോലെ ആദ്യം ജെല്ല് ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ ഇത് കോഫി ജെല്ല് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഏതിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചവിടെ ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് നിരത്തി വെച്ച ശേഷം കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള പുഡിംഗ് കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതും ഞാനൊരു 5 ഗ്രാം ചൈന ഗ്രാസ് വെച്ചിട്ടാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് 1/2 കപ്പ് വെള്ളത്തിൽ ആദ്യം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓൾറെഡി വെള്ളം ചേർത്തു, പിന്നെ ഒരു കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ചൈന ഗ്രാസ് ഒക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ, അതുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതന്നെ ഭയങ്കര ടേസ്റ്റാണ്, അതും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചേർത്തിട്ട് മെൽറ്റാക്കി എടുക്കുക. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബൂസ്റ്റ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മറന്നുപോയി. ഒരുപാട് അങ്ങ് തിളപ്പിച്ച് കോഫി പൗഡറൊക്കെ ചേർത്ത് ഒരുപാട് തിളപ്പിച്ചെടുത്താൽ പാല് പിരിഞ്ഞു പോകട്ടോ, അത് ശ്രദ്ധിക്കുക. ഓഫ് ചെയ്തതിന് ശേഷം ബൂസ്റ്റ് പൗഡർ 1 ടീസ്പൂണും അതേപോലെ തന്നെ കോഫി പൗഡർ 1 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ട് വാങ്ങി വെക്കാം കേട്ടോ. എന്നിട്ട് അത് ചൂടോട് കൂടെ തന്നെ നമുക്കൊരു അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോഫി ജെല്ല് ഇതിന് മുകളിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഒരു 3-4 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. കാണാനും നല്ല ഭംഗിയാണ്, ആ ഭംഗീൻ്റെ അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കോഫി ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവുന്ന ടൈപ്പിലുള്ള ഒരു പുഡിംഗ് ആട്ടോ ഇത്. ഈ ഒരു റെസിപ്പി ആദ്യം നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് സൽക്കാരങ്ങളിലൊക്കെ സെർവ് ചെയ്യാൻ നോക്കൂ. അടിപൊളിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്